ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഗാർമെന്റ്സിലെ ഒരു ബ്യൂട്ടിഫുൾ ഹൈ സ്പോട്ടിലാണ്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. ഹലോ, ഇത് ഞാനൊരു ഷോർട്ട് ട്രിപ്പ് പോവാം. അപ്പം ഞാൻ ഓർത്തു നിങ്ങളെ കൂട്ടാന്ന്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഗാർമിഷിലാണ്. ഗാർമിഷ് കുറേ സ്ഥലങ്ങളുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ജർമ്മനി എന്ന് തന്നെ പറയാം. ബയണിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഈ പോകുന്ന സ്ഥലത്ത് ഞാൻ അങ്ങനെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ട്. സോ പോകുന്ന വഴി കാണാം. അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 9:15 നമുക്ക് 10:30 വണ്ടി. അപ്പം ഇപ്പം ഇറങ്ങണം. അപ്പം ശരി, കാണാം. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് അയക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാഷൻ്റെ പുറകെ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണിത്. ഇത് കുറേ നാൾ മുമ്പ് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. പക്ഷേ ഇതിൽ ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എൻ്റെ ഒരു പാഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തത്. സോ ഐ എം താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു. അപ്പോൾ ഇനി നമുക്ക് ചൂട് എൻ്റെ ദൈവമേ, നാട്ടിലെ ചൂടൊക്കെ. പിന്നെ നാട്ടിലെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിയർക്കുമെങ്കിലും ചെയ്യും. ഇവിടെ വിയർക്കില്ല, ഇങ്ങനെ പൊള്ളുക. എന്തോ ഇങ്ങനെ നാട്ടിൽ നമ്മൾ മഴക്കാലത്ത് മഴക്കാലത്ത് വേനൽക്കാലത്ത് നമ്മൾ KSRTC ബസ്സിൽ കയറത്തില്ലേ, അപ്പോൾ നമുക്ക് ഷട്ടറൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോൾ ഒരു ഫീലില്ലേ, ആ ഫീലാണ് പുറത്തുകൂടെ നടക്കുമ്പോഴും. അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മുടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് സൺഡേ ആണ്. സൺഡേ ഇവിടെ പുറത്ത് ആൾക്കാരൊക്കെ ഇറങ്ങുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉബാനിൽ ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഞാനൊരു കോഫിയൊക്കെ വാങ്ങി സെൻട്രൽ സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു ആക്ച്വലി ഞാനായിരിക്കും ആദ്യം സ്റ്റേഷനിൽ എത്തിയെന്ന്. പക്ഷേ അല്ല, ഓൾറെഡി ട്രെയിനിലെല്ലാം ഗാർമിഷിലേക്ക് നമ്മൾ പോകുന്ന ആ ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ കിരണും ജോബും ചേട്ടനോടെ കഥകളൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. ബാക്കി കുറേ പേരും സൈഡിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ട്രിപ്പിൽ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ശ്രീലക്ഷ്മി കയറിയ കമ്പാർട്ട്മെൻറ്റ് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ അവൾ നെക്സ്റ്റ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലോട്ട് ജോയിൻ ചെയ്യും. പിന്നെ ഉച്ചക്കത്തേക്ക് ലഞ്ച് എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ ഇവർ ലഞ്ച് നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചത് ഞങ്ങളുമാണ്. കുറേ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മളിങ്ങനെ യാത്രയൊക്കെ ആസ്വദിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 2 hours ഉള്ളൊരു യാത്രയായിരുന്നു ഇത്. കഹാഗി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കൂടെയാണ് നമ്മൾ ഈ ട്രിപ്പ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, ജർമ്മൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, വേറെ രാജ്യത്തു നിന്നുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് പോയിന്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഗാർമിഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഒരു ഗ്രീൻ എനർജി എന്ന് പറയത്തില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. ബിക്കോസ് എനിക്ക് ഗ്രീൻ കളറൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചാടിക്കയറി എൻ്റെ പേര് കൊടുത്തൊരു ട്രിപ്പാണിത്. ഇത് നമ്മളൊരു സ്കീ ജമ്പിൻ്റെ ഫൈനൽ ആ സ്പോട്ടിൽ അവർ ചാടുന്ന ആ പോയിന്റിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുമ്പോഴേ പെട്ടെന്ന് സമയം പോകും. ബിക്കോസ് നമ്മളിങ്ങനെ കുറേ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയത്തില്ല. ഈ പോകുന്ന വഴികളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ക്യാമറയിൽ കൂടെ ഈ ആകാശം നോക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ആകാശത്ത് ഇത്ര ക്ലൗഡ് ഇത്ര ക്ലാരിറ്റി ആയിട്ടൊന്നും അല്ല. പക്ഷേ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അത് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത്. നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ഫ്രണ്ട് അനിക ശരിക്കും ജനിച്ചതും വളർന്നതും എല്ലാം ഗാർമിഷിലാണ്. അപ്പോൾ പോകുന്ന വഴിയെല്ലാം അനിക ഓരോ പോയിന്റിലും ഇങ്ങനെ സ്കൂളിൽ പോയ കഥയും ജനിച്ച ഹോസ്പിറ്റലും എല്ലാം നമ്മളെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആൾ എന്തോരം എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റോപ്പിലെത്തി. ഇത്രയും ആൾക്കാർ ശരിക്കും ഗാർമിഷിൽ പോകാനുള്ളവരാണ്. ബിക്കോസ് ഗാർമിഷ് അത്രയും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, കാണാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നിട്ട് ഒരു പോയിന്റിൽ എത്താൻ പോവുകയാണ്. സോ നടക്കുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഒരു റിവറൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഈ ബസ് കയറണത് എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇവിടെ ഒരു ജിമ്മൻ നടക്കുന്നത് കണ്ട് ഉണ്മയാണോ നോക്കിയാ. പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മുടെ കൂട്ടത്തിലെ ഒരാളെ കാണാനില്ലായിരുന്നു. അയാളാണ് ദേ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാണേലും അവിടെ നിന്ന് ഫോട്ടോ എടുത്തു പോകും. അത്ര ഭംഗിയായിരുന്നു ആ റിവറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജോബിൻ ചേട്ടനെ നമ്മൾ തപ്പിപ്പിടിച്ചിട്ട് ജോബിൻ ചേട്ടനെ കുറച്ച് കളിയാക്കിയിട്ടൊക്കെ നമ്മൾ നീണ്ടു നടന്നു വില്ലേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ചോദിച്ചത്. വില്ലേജിൽ കൂടെ പോണേ ഗൈസ്. യെസ്, നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജാണ് ഗൈസ്. നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ എസ്പെഷ്യലി നമ്മളൊരു വ്ളോഗും കൂടെ ചെയ്യുവാണെങ്കിൽ ഇഷ്ടംപോലെ കളിയാക്കുകളൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തു കേട്ടോ, എല്ലാം ഫണ്ണായിട്ട് എടുക്കണം. പിന്നെ നേരെ നോക്കുമ്പോൾ മലമുകളിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ടിങ്ങനെ മലകളിൽ ഇങ്ങനെ മഴ പെയ്യുന്നതും അത് പതിയെ നമ്മുടെ അടുത്തോട്ട് വരുന്നതൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ അത് അത്രയും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. സോ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ടായി മഴ വരുമോ
വരുമോ എന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും. പക്ഷേ ഈ ഒരു ഏരിയയിൽ അവർ പറഞ്ഞത് മഴ വന്നാൽ തന്നെ കുറച്ച് നേരെ നിൽക്കത്തുള്ളൂ. ഈ ഒരു ബോർഡ് കണ്ടോ, ഈ ബോർഡ് ഇവിടുത്തെ ഏറ്റവും വലിയ ബോർഡാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും പിന്നെ ഈ വഴികളിലെല്ലാം എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തീർന്നില്ല, ആ മഴ ഇങ്ങ് വന്നു കേട്ടോ. പിന്നെ കൊടയും ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടായിരുന്നു എല്ലാവരുടെയും നടത്തം. ഇങ്ങനെ കുറേ സ്പേസുകൾ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോയിരിക്കാം, പിള്ളേരെ കൊണ്ടുവന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ നാട്ടിൽ ഇങ്ങനത്തെ സ്പേസസ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മഴ പെട്ടെന്ന് തന്നെ മാറി, വീണ്ടും വെയിൽ വന്നു. മഴ മാറി ഗൈസ്, മഴ മാറിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടന്നെടുത്തില്ല. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ആ ഒരു സാധനത്തിൻ്റെ പൊക്കത്താണ് നമ്മൾ കയറാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് ഒളിമ്പിക്സിൻ്റെ സ്കീ ജമ്പിങ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. സോ ആ കാണുമ്പോൾ തോന്നും ഓക്കെ ഇത് നടന്ന് കയറാൻ സിമ്പിളാണെന്നൊക്കെ തോന്നും. പക്ഷെ നടന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്കിതിൻ്റെ ആ ഒരു ഗുഡൻസ് മനസ്സിലായതെന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ജേർണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. അപ്പോൾ ആ ഗൈഡിനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് ഗൈഡ് വന്നിട്ട് നമ്മളെ ഈ പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഈ ഗൈഡ് ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. എസ്പെഷ്യലി ഇതിൻ്റെ ഹിസ്റ്ററി, ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഓരോ പോയിന്റും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. എല്ലാം നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിൻ്റെ ആ മാറ്റ് ഇട്ടേക്കുന്ന കാര്യം, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽസ് ആയിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ അതൊക്കെ കേട്ട് കുറേ നേരം ഇങ്ങനെ അങ്ങനെ എല്ലാവരും കയറി തുടങ്ങി കേട്ടോ. ഇത് കയറുമ്പോൾ നമുക്ക് ആദ്യമേ വിചാരിച്ചത് സിമ്പിളാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ഒക്കെ കയറണം, പിന്നെ സ്ലോപ്പ്, പിന്നെ സ്റ്റെപ്സ്, അങ്ങനെ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. മതിയായിരുന്നു തോന്നുന്നു. സ്റ്റെപ്സ് കയറുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നുന്നുണ്ട്. ഈ സ്റ്റെപ്സ് ആദ്യമേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര സ്റ്റെപ്സ് കയറിയാൽ മതി, ഓക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സുഖമായിരിക്കും, അത്ര പോയിന്റിൽ എത്തിയാൽ മതി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. അത് നിങ്ങൾ വഴിയേ. പക്ഷേ ഉണ്ടല്ലോ, ഈ ഓരോ പോയിന്റ് ഹൈറ്റിൽ എത്തുമ്പോഴേക്കും ഈ വ്യൂ കാണാനായിട്ട് ഭംഗി ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഒന്ന് നോക്കി, എന്ത് ബ്യൂട്ടിഫുള്ളാ ഈ സിറ്റി കാണാനായിട്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റിൽ അങ്ങ് ഇരുന്ന് പോയി. പകുതി പോലും എത്തിയില്ല, അപ്പം തന്നെ നമ്മൾ ഇരുന്ന് പോയിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻസിന് ഇത് യൂഷ്വലാണ്. അവരിങ്ങനെ ഹൈക്കിങ്ങിന്, സൈക്ലിങ്ങിനൊക്കെ എപ്പോഴും പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ പോകുന്നത് വളരെ കുറവായതുകൊണ്ടും എനിക്കും ഒക്കെ പാടായിരുന്നു കുറച്ച്. പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഈ സ്കീ ജമ്പിന് വരുന്ന ആൾക്കാർ, ഇത് പണ്ടത്തെ സ്കീ ജമ്പിങ്ങിൻ്റെ ആ സംഭവം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു നടന്നതെന്നൊക്കെ പറഞ്ഞത്. ഈ ഒരു ഹൗസ്, ഈ ഒരു ഏരിയയിൽ ആക്ച്വലി ജഡ്ജസ് ഇരിക്കും, അതുപോലെ കണ്ടസ്റ്റൻസ് ഒക്കെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. പുള്ളി അതിനെപ്പറ്റിയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഓരോ വിൻഡോസിൽ നിന്നും കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മളവിടെ അറിയാണ്ട് ഇങ്ങനെ നിന്ന് പോവുമായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് പണ്ട് ഞാൻ മൂന്നാർ പോയപ്പോൾ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഇവിടുന്ന് കണ്ടപ്പോഴേക്കും ഇത്രയും കയറ്റത്തേക്ക് ചെന്നിട്ട് താഴോട്ട് വരാൻ സിമ്പിളായിട്ട് ഇങ്ങനെ വരാമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ താഴേന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു. വീണ്ടും പോയി താഴേന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടും അത്രയും വീണ്ടും കയറണമല്ലോ എന്ന് ഓർത്തിട്ടും നമ്മൾ അതിന് വീണ്ടും മുതിർന്നില്ല. സോ അത് നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്നു. നമുക്ക് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ കയറാം. അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പം നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈറ്റ് പേടിയുള്ളവരൊന്നും വരണ്ടാന്ന്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് കുറച്ച് ഹൈറ്റ് ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ താഴെ വെയിറ്റ് ചെയ്തു. സോ നമ്മളിങ്ങനെ കയറുവാണ്. അപ്പം ചെറിയൊരു ഭയം ഉണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ചിട്ടാണ് അങ്ങോട്ട് കയറി തുടങ്ങി. ഇത് കാണുമ്പോൾ സ്ലോപ്പായിട്ട് തോന്നുമെങ്കിലും നമ്മൾ നടന്ന് കയറുമ്പോഴേക്കും ഒരാൾ നമ്മുടെ തലയിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. അങ്ങനത്തെ രീതിയിലുള്ള ഒരു സ്ലോപ്പാണിത്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ വരും. ഇത് കയറുന്നത് കൊണ്ട് ഇത്ര ഹൈറ്റിലായതുകൊണ്ടും എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയായിരുന്നു. അങ്ങനെ ഫൈനലി ടോപ്പ് പോയിന്റിൽ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ക്യാമറ ഓൺ ആക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ടോപ്പ് പോയിന്റിൽ എത്തിയ ശേഷം നമ്മൾ ഗൈഡ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ജമ്പ് ചെയ്യുന്ന കാര്യം, ഇവിടെ നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള് ഈ വ്യൂവിലായിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണുന്നത്. എന്തോരം ഈ
ക്യാമറയിൽ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് മൊത്തത്തിലൊന്നും ഈ ക്യാമറയിൽ ആ വ്യൂവിൻ്റെ ആ ഭംഗിയൊന്നും കിട്ടിയിട്ടില്ല. നേരിട്ട് കാണുന്ന ഭംഗി ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സ്കീ ജമ്പിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ആ കാലേ വെക്കുന്ന സാധനം, ഈ ഡ്രസ്സ് ഏകദേശം കോസ്റ്റ് വരുന്നത് ഒരു 600-700 യൂറോസ് വരും. അതായത് നാട്ടിലൊരു 60,000-70,000 രൂപയാണ് ആ ഡ്രസ്സിന് മാത്രം. അതുപോലെ ഇവർക്ക് ട്രെയിനിങ്ങിന് വേറെ ഡ്രസ്സുണ്ട്. പുള്ളി അങ്ങനെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് എല്ലാ ഡീറ്റെയിൽസും ഒക്കെ അറിഞ്ഞ് തിരിച്ചു. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ് കേട്ടോ. സമ്മർ ആകുമ്പോഴേക്കും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്, പാർക്ക് എല്ലാം നിറച്ച ആൾക്കാരായിരിക്കും. കാരണം ഈ ഒരു ടൈമിലായിരിക്കുമല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ്. നമ്മൾ ഇത്രയും സ്റ്റീപ്പിൽ ഇറങ്ങുമല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഡയഗണലായിട്ട് നടക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ സ്പീഡ് കുറച്ച് കിട്ടും എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. എനിക്ക് നടന്നു ഇപ്പോൾ അങ്ങനെ തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കിരൺ നടക്കുന്നുണ്ടോ അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ നോർമലായിട്ട് നടക്കുക. സോ ഇങ്ങനെ നടന്നാൽ ഞങ്ങൾ കാണിച്ചു തരുവാണ്. ഫൈനലി എൻ്റെ ഡ്രസ്സിലൊക്കെ ചായയൊക്കെ വീണു. നമ്മൾ ജസ്റ്റ് ഒരു കോഫി കുടിച്ചത് വന്ന വഴി. അങ്ങനെ ഡ്രസ്സിലൊരു ഡിസൈൻ പോലെയായി. ആൻഡ് നമ്മൾ ഇപ്പോൾ സ്കീ ജമ്പിൻ്റെ അവിടെ പോയി ഏറ്റവും ടോപ്പിൽ പോയി അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഭയങ്കര ടോപ്പിലാണ് പോയത്. അത്രയും ടോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് വാസ് സോ നൈസ് ആക്ച്വലി. നല്ല രസമാണ്. പിന്നെ അവിടെ നിന്ന് കാണുമ്പോൾ വ്യൂവും നമ്മുടെ ഡോപ്പമൈൻ റഷ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ഒരു എനർജി ആയിരുന്നു. അടിപൊളിയാണ്. ഇനി നമ്മൾ ഒരു പൂളിൽ പോകാൻ പോകും. ഒരു സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകാൻ പോവാം. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് മ്യൂണിക്കിൽ തിരിച്ചു പോകും. ഇത് മ്യൂണിക്കിൽ നിന്ന് ആക്ച്വലി 2 hours ജേർണി ആയിരുന്നു ട്രെയിനിൽ. ഈ പൂളിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. സോ ആ ടിക്കറ്റിൻ്റെ കൗണ്ടറാണ് ഇതേ കാണുന്നത്. അപ്പോൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് പൂളിലേക്കാണ്. അപ്പോൾ പ്രൈവസി ഇഷ്യൂസ് കാരണം ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് പൂളല്ലേ, ഞാൻ അങ്ങനെ എടുക്കുന്നത് മോശമാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് അവിടുന്ന് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. സോ നേരെ നമ്മൾ തിരിച്ച് നടക്കുന്ന വീഡിയോ ആണ്. അവിടെ നമ്മൾ ഏകദേശം കുറേ നേരം ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവാണ്. ആ സെയിം വന്ന വഴി തന്നെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ.